നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സമീപകാലത്ത് അഫ്ഗാനിസ്ഥാനോളം പുരോഗതി ഉണ്ടാക്കിയ മറ്റൊരു ടീം ഉണ്ടാവില്ല. സൗത്ത് ആഫ്രിക്കയുമായി നടക്കുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചരിത്രം പിറന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇതോടുകൂടി എല്ലാ ഫുൾ മെമ്പേഴ്സ് ടീമിനെയും എക്സെപ്റ്റ് ഇന്ത്യ ഒഴികെയുള്ള മറ്റെല്ലാ ഫുൾ മെമ്പേഴ്സ് ടീമിനെയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെടുത്തി കഴിഞ്ഞു. ചരിത്രമാണ് പിറന്നിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ഇന്റർനാഷണൽ വിജയം അവർ ഈ ഏകദിന മത്സരത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നു. തുടക്കം മുതൽ സൗത്ത് ആഫ്രിക്കയെ ഞെരിച്ചമർത്തുന്ന അഫ്ഗാനിസ്ഥാനെയാണ് ഈ കളിയിൽ നമ്മൾ കണ്ടത്. 36 റൺസ് എടുക്കുമ്പോഴേക്കും സൗത്ത് ആഫ്രിക്കയുടെ 7 വിക്കറ്റുകൾ പോയിരുന്നു എന്ന കാര്യം ഓർക്കുക. പിന്നീട് ഫോർട്ടിനും മൾഡറും ചേർന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് അവർ 75ലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം മൾഡർ തന്നെയാണ് അവരെ 100 കടക്കാൻ സഹായിക്കുന്നത്. അങ്ങനെ 106 അവർ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ബൗളിങ്ങിൽ എടുത്തു പറയേണ്ടത് ഫസൽ ഹക്ക് ഫറൂഖി. അദ്ദേഹം 7 ഓവറിൽ 35 റൺസ് 4 വിക്കറ്റ് എടുത്തപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്തിട്ടുള്ള ഗാസൻ ഫഴ 10 ഓവറിൽ 20 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിരുന്നു. റാഷിദ് ഖാന് 2 വിക്കറ്റ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ വെറും 106 റൺസിന് ഓൾ ഔട്ട് ആവുന്നു സൗത്ത് ആഫ്രിക്ക. ഹെൻഡ്രിക്സ് 9 റൺസ്, ഡിസോർസി 11 റൺസ്, എയ്ഡൻ മർക്രം 2 സ്റ്റെപ്സ്, ഡക്ക്, ഇങ്ങനെ അവരുടെ പേര് കേട്ട ബാറ്റർമാരെല്ലാം വീണു പോയിടത്ത് മൽഡറാണ് 84 പന്തിൽ നേരിട്ട് 52 റൺസ് എടുത്തുകൊണ്ട് ടീമിനെ 100 കടത്തി വിട്ടത്. അദ്ദേഹം മികച്ചൊരു ഫൈറ്റിംഗ് ഇന്നിങ്സ് തന്നെ കാഴ്ചവെച്ചു. മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ റഹ്മാനുള്ള ഗുർബാസിനെ നഷ്ടപ്പെട്ടുകൊണ്ട് പതർച്ചയോടെയാണ് അഫ്ഗാൻ തുടങ്ങിയത്. 15 റൺസിലേക്ക് അവരുടെ ടീം എത്തുമ്പോഴേക്കും ഷായുടെ വിക്കറ്റ് കൂടി നഷ്ടമായിരുന്നു. 38 അവർക്ക് 3ാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും അവര് പിന്നീട് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുകയും 107 റൺസ് എന്നുള്ള വിജയലക്ഷ്യത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. അവരുടെ ബാറ്റിങ്ങിൽ ഹസൻ എടുത്തത് 16 റൺസാണ്. ഷഹീദി 16 റൺസ് എടുത്തു. അസ്മത്തുള്ള ഒമർസായിയും നൈബും ചേർന്നുകൊണ്ടാണ് വിജയതീരത്തേക്ക് ടീമിനെ കൊണ്ടുപോയത്. ഒമർസായി 36 പന്തിൽ നിന്ന് 25 റൺസ് എടുത്തപ്പോൾ നൈബ് 27 പന്തിൽ നിന്ന് 34 റൺസ് എടുത്തു. അവരുടെ ചേസ് 26 ഓവറിൽ പൂർത്തിയാവുകയും ചെയ്തു. എന്തായാലും വലിയ ഒരു വിജയം തന്നെ അഫ്ഗാൻ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് മേൽ നേടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ.